വെൽക്കം ടു സാംസ വെൽനസ്. നമുക്കിന്ന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ചില ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള മറ്റു വഴികളെക്കുറിച്ചും പറയാം. ഏറ്റവും ആദ്യം കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫുഡ് എന്തൊക്കെയാ, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഏറ്റവും ആദ്യം പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ്. പ്രോട്ടീനിലുള്ള ഗ്ലൈസീൻ അതുപോലെ പ്രോലീൻ എന്ന് പറഞ്ഞൊരു 2 അമിനോ ആസിഡ്സ് കൊളാജൻ ഫോം ചെയ്യുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോട്ടീൻ കഴിക്കണം? ബോൺ ബ്രോത്ത് നല്ലൊരു സോഴ്സാണ് കൊളാജൻ്റെ, അതായത് എല്ലിൻ സൂപ്പ്. രണ്ടാമത് ചിക്കൻ ബ്രസ്റ്റ്. മൂന്നാമത് നമുക്ക് ഫിഷ് കഴിക്കാം. 4 ലെഗ്യൂംസ് അഥവാ പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് വൈറ്റമിൻ സി ഉള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കണം. കാരണം കൊളാജൻ്റെ പ്രൊഡക്ഷന് വൈറ്റമിൻ സി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് വൈറ്റമിൻ സി ഉള്ള ഫുഡ്സ് നോക്കാം. ടൊമാറ്റോ, ബ്രോക്കോളി, സിട്രസ് ഫ്രൂട്ട്സ്, ഇന്ത്യൻ ഗൂസ്ബെറി അതായത് നെല്ലിക്ക. പിന്നെ അത് കൂടാതെ കിവി ഫ്രൂട്ടിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് സ്ട്രോബെറീസിലേക്ക്, ബെൽ പെപ്പേഴ്സ്, ക്യാപ്സിക്കം, അതുപോലെ പലതരത്തിലുള്ള മുളകുകളിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ മുളക് അമിതമായിട്ട് കഴിക്കരുത്. ക്യാപ്സൈസിൻ എന്ന അതിലെ ഒരു കോമ്പൗണ്ട് അമിതമായിട്ട് കഴിച്ചാൽ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ വൈറ്റമിൻ സി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ വൈറ്റമിൻ സി കൂടാതെ നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൊളാജൻ്റെ ഡീഗ്രഡേഷൻ തടയുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു റോളുണ്ട്. അത് നമ്മുടെ മുടിയിലും സ്കിന്നിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഒരു ന്യൂട്രിയൻ്റ് ആണ് ഒമേഗ ഫാറ്റി ആസിഡ്സ്. ഇപ്പോൾ ഒമേഗ ഫാറ്റി ആസിഡ്സ് നമുക്ക് ഏതിലെല്ലാം കിട്ടും? ഒമേഗ ഫാറ്റി ആസിഡ് നമുക്ക് ഫിഷിൽ കിട്ടും, അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ്. പിന്നെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഫിഷ് ഓയിൽസ് കഴിച്ചാലും കിട്ടും, കോട്ട് ലിവർ ഓയിൽ കഴിച്ചാലും കിട്ടും. ഒമേഗ ഫാറ്റി ആസിഡ്സ് സപ്ലിമെൻറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് സിങ്ക് നമ്മുടെ കൊളാജൻ ബൂസ്റ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പലർക്കും അറിയില്ല. സിങ്ക് നമുക്ക് ലഭിക്കുന്നത് സീ ഫുഡ്, ഓയിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ റെഡ് മീറ്റ്, ചിക്കൻ, ഫിഷ്, ഇതിന്നൊക്കെ തന്നെയാണ് നമുക്ക് സിങ്ക് ലഭിക്കുന്നത്. അതുകൂടാതെ നട്ട്സിലും സിങ്ക് ധാരാളമായിട്ടുണ്ട്. സിങ്ക് എങ്ങനെയാണ് കൊളാജൻ ബൂസ്റ്റിങ്ങിന് സഹായിക്കുന്നത് നോക്കാം. സിങ്കിൽ ഒരു കോഫാക്ടർ ആക്ടിവിറ്റി ഉണ്ട് സിങ്കിന്. അപ്പോൾ അത് നമ്മുടെ കൊളാജൻ ക്രോസ് ലിങ്കിങ്, കൊളാജനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് കൊളാജൻ ക്രോസ് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മുഖത്തിന് അതുപോലെ ശരീരത്തിൻ്റെ ജോയിൻസിനും മസിൽസിനൊക്കെ ഈ കൊളാജൻ സ്ട്രോങ് ആയിരിക്കണം. കൊളാജൻസ് ആണ് നമുക്ക് ഫേംനെസ്സും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഒക്കെ സ്കിന്നിന് നൽകുന്നത്. അതില്ലെങ്കിലാണ് സ്കിന്ന് അയഞ്ഞു പോകുന്നത്, തൂങ്ങിപ്പോകുന്നത്, റിങ്കിൾസ് വരുന്നതൊക്കെ. അപ്പോൾ ജോയിൻസിലും സ്ട്രെങ്ത് കൊടുക്കുന്നത് കൊളാജനും ഈ ഒരു സിങ്ക് എന്ന ഒരു എലിമെന്റ് ഒരു കോഫാക്ടറായിട്ട് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ സിങ്കിന് 2 റോളുണ്ട്. ഒന്ന് കൊളാജൻ ക്രോസ് ലിങ്കിങ്, അത് ശക്തിപ്പെടുത്തും. രണ്ടാമത് കൊളാജൻ ഡീഗ്രഡേഷൻ തടയും, അതായത് കൊളാജനേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി തടഞ്ഞുകൊണ്ട് കൊളാജൻ ഡീഗ്രഡേഷൻ തടയും. ഇങ്ങനെ 2 രീതികളിലൂടെയാണ് സിങ്ക് നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്ത് തരുന്നതും യുവത്വം നിലനിർത്തുവാൻ സഹായിക്കുന്നത്. കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഫുഡ് ധാരാളമായിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ വേറെയും വഴികളുണ്ട്. ശരിയായ ഉറക്കം അതിലൊന്നാണ്. ഒരു 8 മണിക്കൂർ കറക്റ്റ് ഉറക്കം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് മെച്ചപ്പെട്ടിരിക്കൂ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുകയുള്ളൂ. അതുകൊണ്ട് കൊളാജൻ ഡീഗ്രഡേഷൻ തടയാൻ സാധിക്കുകയുള്ളൂ. അടുത്തത്, നമ്മൾക്ക് ഉറക്കവും ഫുഡും കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടത് ചെറിയ ചെറിയ എക്സസൈസുകളാണ്. എക്സസൈസ് സ്ട്രെസ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ ആക്ടിവിറ്റി കുറയും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും. അപ്പോൾ നമുക്ക് സ്കിൻ ഹെൽത്ത് മെച്ചപ്പെടും. അതുപോലെ നമുക്ക് മറ്റൊരു വഴിയാണ് മൈക്രോ നീഡ്ലിംഗ്. അതൊരു പ്രൊസീജിയറാണ്. അതായത് മൈക്രോ നീഡിൽസിനുള്ള ഒരു ചെറിയൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. അത് വെച്ചിട്ട് സ്മോൾ നീഡിൽ പ്രിക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണ് സ്കിന്നിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹീലിംഗ് എങ്ങനെ നടക്കുന്നോ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ പുതിയ കൊളാജൻസ് ഉണ്ടാവുകയും ഈ വൂണ്ട് ഹീലാവുകയും ചെയ്യുമ്പം സ്കിൻ റെജ്യുവിനേറ്റഡ് ആയി തോന്നുന്നത് ഒരു പ്രോസസ്സാണ്. അതുപോലെ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, പുറമേ പുരട്ടുന്ന ചില ക്രീംസും കാര്യങ്ങളെല്ലാം കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. റെറ്റിനോയിഡ് ക്രീംസ്, അതുപോലെ വൈറ്റമിൻ സി, പിന്നെ പെപ്റ്റൈഡ്സ്. ഇതൊക്കെ പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. അടുത്തത് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ നോക്കാം. ഒന്ന് അലോവേര, രണ്ടാമത്
നമ്മളുടെ സാധാരണ ആവണക്കെണ്ണയിൽ റെസിലോനിക് ആസിഡ് ഉണ്ട്, അത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അലോവേരയ്ക്കും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും ഫൈബ്രോബ്ലാസ്റ്റ് പ്രോലിഫറേഷനൊക്കെ സഹായിക്കുമെന്നാണ് റിസർച്ച് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ജനറലി നമ്മൾ അലോവേറ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് നല്ലൊരു സപ്പിൾ ഹൈഡ്രേറ്റഡ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ അലോവേറ നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാവുന്ന കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നൊരു ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, പുറമെ പുരട്ടാവുന്നൊരു വസ്തുവാണ്. പക്ഷേ ഇതൊക്കെ കൂടാതെ നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും ഹൈലറോണിക് ആസിഡ്, പ്രത്യേകിച്ച് സ്കിന്നിൽ നിന്ന് ഹൈലറോണിക് ആസിഡ് നഷ്ടപ്പെടും. അപ്പോൾ അതിന് നമുക്ക് ഹൈലറോണിക് ആസിഡ് ക്രീംസോ സീറമോ ഉപയോഗിക്കുകയാണെങ്കിൽ അതും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് 2025 ഒരു പഠനം പറയുന്നത്. അപ്പോൾ ഇത്രയും വഴികൾ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്, പിന്നെ ഉറക്കവും. പിന്നെ ഇത് കൂടാതെ നമുക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജനറലി മെറ്റബോളിസം എല്ലാം കറക്റ്റ് ആവുന്നുണ്ട്, സ്ട്രെസ്സ് കുറയുന്നുണ്ട്. സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ എലിവേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ടിഷ്യൂ ഡീഗ്രഡേഷൻ, സെൽസിൻ്റെ ഡീഗ്രഡേഷൻ നടക്കും, പ്രോട്ടീൻ ഡീഗ്രഡേഷൻ നടക്കും. അത് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫുഡൊക്കെ എത്ര നല്ലതാണെങ്കിലും നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും, കൊളാജനെയും ബാധിക്കും. കൊളാജൻ ഡീഗ്രഡേഷൻ ആക്സിലറേറ്റ് ചെയ്യും സ്ട്രെസ്. അപ്പോൾ എക്സസൈസ് സ്ട്രെസ് കുറയ്ക്കുവാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ മെൻ്റൽ എക്സസൈസും ഉണ്ട്, ഫിസിക്കൽ എക്സസൈസും ഉണ്ട്, രണ്ടും ചെയ്യണം. ഫിസിക്കൽ എക്സസൈസ് കൂടാതെ നമുക്ക് പ്രാണായാമ, മൈൻഡ് ബോഡി എക്സസൈസസ് ഒക്കെ ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമ, ഇതൊക്കെ നമ്മൾ യോഗ പ്രാക്ടീസസ് ആണ്, യോഗ എക്സസൈസസ് ആണ്. അപ്പോൾ അത് ഡീസ്ട്രെസ്സിങ്ങിന് സഹായിക്കും, സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് കൊളാജൻ ഡീഗ്രഡേഷൻ തടയാം. പക്ഷെ അതിലേറ്റവും പ്രധാനം ഫുഡ് തന്നെയാണ്. നമ്മൾ പ്രോപ്പർലി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കുക തന്നെ വേണം. അതുകൂടാതെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പ്രോട്ടീൻ, രണ്ടാമത് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ സി. അതുകൂടാതെ ഒമേഗ ഫാറ്റി ആസിഡും സിങ്കും നമ്മുടെ ഭക്ഷണത്തിലുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നോൺ വെജ് ഫുഡ് തീർച്ചയായിട്ടും വേണ്ടിവരും. അതുകൂടാതെ മുട്ട, പിന്നെ ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങളും, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഇന്ത്യൻ ഗൂസ്ബെറി അതായത് നെല്ലിക്ക, ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ അത് കിവി, സ്ട്രോബെറീസ് ഒക്കെ വൈറ്റമിൻ സി ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ടൊമാറ്റോസ്, തക്കാളി ആയാലും നല്ലതാണ്. ഇതിൽ ലൈക്കോപ്പീൻ ഉണ്ട്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അത് കൂടാതെ അതിൽ വൈറ്റമിൻ സി നമ്മുടെ കൊളാജൻ ബൂസ്റ്റിങ്ങിനെ സഹായിക്കും സ്കിന്നിൽ. പിന്നെ സ്കിന്നിൽ മാത്രമല്ല, ജനറലി ബോഡിയുടെ ജോയിൻസിനെയും അതുപോലെ ബോൺസിനെയും മസിൽസിനെയും ഒക്കെ ശക്തിപ്പെടുത്തുവാൻ ഈ കൊളാജന് സാധിക്കും. അപ്പോൾ കൊളാജൻ ജനറൽ ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്കിന്നിൻ്റെ ഒരു ഹെൽത്ത് മാത്രമല്ല, ഗ്ലോയും മാത്രമല്ല, സ്കിന്നിൻ്റെ ഫേംനെസ്, ഇലാസ്റ്റിസിറ്റി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ കൊളാജൻ നമുക്ക് നടക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ മസിൽ ആക്ടിവിറ്റി ചെയ്യുവാനും ഉള്ള സ്ട്രെങ്ത് കൂടെ തരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ ഉറക്കം, രണ്ടാമത് ഫുഡ്, പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ്, ഞാൻ പറഞ്ഞ പോലെ റെറ്റിനോയിഡ് ക്രീംസ് ഒക്കെ ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെയോ ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ അഡ്വൈസ് എടുത്തിട്ട് മാത്രം ചെയ്യുക. അതെല്ലാവർക്കും വേണ്ടി വരില്ല, അത്രയ്ക്ക് പ്രോബ്ലം ഉള്ളവരിൽ മാത്രം ചെയ്യാം. പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അലോവേറ, കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർലി ചെയ്യുകയാണെങ്കിൽ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ഡിക്ലൈൻ വരുന്നതും സ്കിന്നിൻ്റെ സാഗിങ് വരുന്നതും ഒഴിവാക്കാൻ സാധിക്കും. സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് സാംസർ വെൽനെസ്.